ഹലോ, ഏസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൂടാ, എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈവ് ഇട്ട് ഇങ്ങനെ ഈ വീഡിയോയിലൊന്ന് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്കിലും അറിയാവുന്ന പോലെയൊക്കെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ മഴയൊക്കെയാണോ ഇങ്ങനെ ലൈവിൽ ആൾക്കാർ പറയുന്നത് കേട്ടു. പിന്നെ വേറെ എന്താ വിശേഷം? നാട്ടിലൊക്കെ വിളിച്ചു. നാട്ടിൽ അച്ഛനും ചേച്ചിയും പിള്ളേരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര പൂജാരി പോലെ നടക്കും. ഇപ്പോൾ പുള്ളിക്കാരന് മീനും ഇറച്ചിയെല്ലാം വിട്ടു. മീനും ഇറച്ചിയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം വെജിറ്റേറിയനാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരനിപ്പം. അച്ഛനിപ്പം എല്ലാം അമ്പലങ്ങളിൽ മാത്രം പോയാൽ മതി. പോട്ടല്ലേ, അവരുടെയൊക്കെ ആഗ്രഹമല്ലേ, എല്ലാം നടക്കട്ടെ, അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടില്ല. അപ്പോൾ വിളിക്കുമ്പം പറയും, എനിക്ക് മീൻ വേണ്ട, എനിക്ക് ഇറച്ചി വേണ്ട, നിങ്ങൾ കഴിച്ചോ. എനിക്ക് ഞങ്ങളുടെ അച്ഛൻ മീനെന്ന് പറഞ്ഞത് ചത്ത് കിടന്നൊരു മനുഷ്യനാണ്. മീനില്ലാതെ ഞങ്ങളുടെ അച്ഛൻ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ അത് പോയിട്ട് ഞങ്ങളുടെ അച്ഛനെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അല്ല, നല്ല കാര്യം, ഒന്നുമില്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഇച്ചിരി വെജിറ്റബിൾ ശരീരത്തിൽ കേട്ടോ. മറ്റേ വെജിറ്റബിളൊന്നും ഇഷ്ടമല്ലായിരുന്നു, കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇച്ചിരി മെഴുക്കോട്ട് വല്ല ഇഷ്ടം. എന്നെപ്പോലെ തോരനൊന്നും പുള്ളിക്ക് തേങ്ങയുടെ കറിയൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ തൈര്, ചമ്മന്തി, മെഴുക്കോട്ടി അങ്ങനെയൊക്കെ കൂട്ടിയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ അവിടെ അവരുടെ വീടിനടുത്തേ, എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തൊരു ഫാമിലിയുണ്ട്. അപ്പോൾ എവിടെ പോയാലും അച്ഛനെയും കൂട്ടേ അവർ പോകത്തുള്ളൂ. എവിടെ കറങ്ങുമല്ല, മീൻസ് അവർ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും എവിടെ പോയാലും അച്ഛനെയും കൂട്ടിക്കൊണ്ടേ അവർ പോകത്തുള്ളൂ. ഭയങ്കര കാര്യമാണ് അച്ഛനെ. അപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടേ അവർ പോകത്തുള്ളൂ. അച്ഛനും അതുപോലെ പിള്ളേരെ പോലെ അങ്ങ് പോക്കുള്ളൂ. 89 വയസ്സായി. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു. പിന്നെ എൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്കിവിടെ കൊണ്ടുവരണമെന്ന്. അങ്ങോട്ട് നടക്കുന്നില്ല, ഓരോ തടസ്സങ്ങളാണ്. കൊണ്ടുവരാൻ ഇങ്ങനെ ആഗ്രഹിക്കുക, അപ്പോഴെല്ലാം ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. സമയമാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേച്ചിക്ക് വിളിച്ചപ്പോൾ ഇന്നലെ എന്നോട് പറയും, അച്ഛൻ പറയാം, ഈ പൈസ ഇല്ലാത്തത് ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചതാണ്, എന്നിട്ട് അതുപോലെ അവിടെ ഇരിപ്പുണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് വിഷമമല്ലേ. ഞാൻ പറയും, സാറില്ല, സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന് പറയും. എല്ലാം നടക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. ദൈവം നടത്തി തരുമായിരിക്കും. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ ചൂടത്ത് ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന കാര്യം ഓർക്കാൻ പറ്റത്തില്ല. ഭയങ്കര ടെൻഷനാണ്. ഒരു ബസ് മിസ്സായിപ്പോയെങ്കിൽ ചിലപ്പോൾ അത് 20 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും. അതുവരെ ആ ബസ് സ്റ്റോപ്പിൽ പോയി ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന കാര്യം എനിക്ക് ഓർക്കാം. അപ്പുറത്തെ സൈഡിൽ ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ പണിതിട്ടിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ കയറിയിരിക്കുക, AC എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒന്നുമില്ല, ഒരു മരം മാത്രം നിൽപ്പുണ്ട്. ഒരു മരം, വാഗമരമുണ്ട്, വാഗമരം. അതിന് ചവിട്ടി പോയി നിന്ന് എത്ര തണുപ്പ് കിട്ടാനാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. തണുപ്പെന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. ഞാൻ കൂടെ നൂത്ത് പിടിച്ചിട്ട് അവിടെ നിൽക്കും. ബസ് വരുന്നുണ്ട് വരെ കൂടെ നൂത്ത് പിടിച്ചിട്ട് അവിടെ നിൽക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ നാളെ ഇനി സൺഡേ അല്ലേ, നാളെ ഇനി ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുക. എല്ലാം ചായ കുടിക്കുന്ന സമയം തോന്നും നാട്ടിലല്ല. 2:30, 3:30, 4 മണിയാവാറായി. 3:30 ആവാറായി നാട്ടിൽ. അപ്പോൾ അച്ഛനിങ്ങനെ ആഗ്രഹിച്ചിരിക്കും, എനിക്ക് മോഡെടുക്കെ പോകണം. പക്ഷേ നടക്കുന്നില്ല. നടക്കുമായിരിക്കും. എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടായാൽ എല്ലാം നടക്കും. എൻ്റെയും ഭയങ്കര ഒരു വലിയ ആഗ്രഹം അച്ഛനെ ഒന്ന് കൊണ്ടുവരണം. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞല്ലേ പാസ്പോർട്ട് എടുത്ത് വയ്ക്കാനും. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അച്ഛാ പാസ്പോർട്ട് എടുത്ത് വയ്ക്കുക, അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു. എന്താ ചെയ്യുക? ശരിയാകും അല്ലേ? എല്ലാം ശരിയാകും ദാസാ. ഇത്രയൊക്കെ ദൈവം കൊണ്ടിപ്പിക്കാമെങ്കിൽ പിന്നെ അതുകൊണ്ട് റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ അറിയാൻ മേല. അറിയാവുന്നത്ര ഞാൻ സംസാരിച്ചു.
ഇതുപോലെ ചെറിയ 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 വീഡിയോകൾ ഇടാം കേട്ടോ. അറിയാവുന്ന പോലെയൊക്കെ ഓരോ വീഡിയോകൾ ഞാൻ ഇട്ട് വയ്ക്കും കേട്ടോ. കുറച്ച് ഒരു 5 മിനിറ്റ്, 6 മിനിറ്റ്, 7 മിനിറ്റ്, അങ്ങനെ അത് 10 മിനിറ്റ് ആകും. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ കൂട്ടുകാരെ. നമസ്കാരം, ബൈ.